ശുദ്ധാക്ഷരങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു തപസ്സിന് ശേഷം എന്ത് സംഭവിക്കുന്നു? കൊക്കോണിനുള്ളിൽ തപോവനത്തിൽ തപസ്സിരിക്കുന്ന ലാർവ മെല്ലെ കൊക്കോണിനെയും ഭേദിച്ച് ശലഭമായി മാറുന്നു. ആകാശത്തിൻ്റെ നിറപ്പൊട്ട് പോലെ ആകാശം മുഴുവൻ നിറങ്ങൾക്കുള്ളിൽ ഒരു തപസ്സിന് ശേഷം ഒരാൾക്ക് ചിറക് മുളക്കുന്നു. അയാൾ പിന്നെ ആകാശത്തോളം ഉയരുന്നു. അയാൾ ആകാശമായി മാറുന്നു. തപസ് കഴിഞ്ഞു വരുന്ന ആളുടെ കണ്ണിൽ നോക്കുക, ആകാശത്തെ നമുക്കവിടെ കണ്ടെത്താൻ പറ്റും. എൻ്റെ കയ്യിൽ ബോബി ജോസ് കട്ടിക്കാടിൻ്റെ പുസ്തകം തപസ്. അതിസുന്ദരമായ ശീർഷകം, അതിസുന്ദരമായ മുഖചിത്രം, നഗ്നരായ മാലാഖമാർ ആകാശങ്ങളിലേക്ക് കൈകൾ നീട്ടി വിരുത്തി പറക്കാൻ ശ്രമിക്കുന്നു. ഈ ചിറക് വിരുത്തി പറക്കൽ തന്നെയാണ് പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. നിങ്ങളുടെ വളരെ നാരോ ആയിട്ടുള്ള ചെറു ലോകത്തിൽ നിന്നും അതിൻ്റെ ഇരുട്ടിൽ നിന്നും പുറത്തേക്ക് വരിക. എന്നിട്ട് ആകാശത്ത് നിന്ന് കാണുക. ആദ്യം ആകാശത്ത് സ്വപ്നം കാണുക, പിന്നെ ആകാശത്തെ കാണുക, പിന്നെ ആകാശത്ത് തൊടുക, പിന്നെ ആകാശമായി തീരുക. ഇതുതന്നെയായിരിക്കാം ഈ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രമേയവും. തപസ്സനുഷ്ഠിച്ച് ഗ്രന്ഥകാരൻ നമുക്കായി പങ്കുവെക്കുന്ന സുന്ദരമായ ചിന്തകളിലൂടെ. 1. മുട്ടുവിൻ തുറക്കപ്പെടും, ചോദിക്കുവിൻ നിങ്ങൾക്ക് നൽകപ്പെടും എന്ന വചനഭാഗത്തെക്കുറിച്ചുള്ള ധ്യാനം. എന്തിനു വേണ്ടിയാണ് നമ്മൾ ചോദിക്കാറ്? നമ്മളുടെ ചോദ്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങളൊക്കെ നേരമ്പോക്കുകളാണ്. പെട്ടെന്ന് പെൺകുട്ടി മെഴുകുതിരിയെല്ലാം കത്തിച്ച് ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കുന്ന പോലെ അമേരിക്കയുടെ തലസ്ഥാനം ലോസ് ആഞ്ചലസാക്കി മാറ്റണമേ. അത് ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിക്കണം. കാരണം പരീക്ഷയ്ക്ക് അവൾ ലോസ് ആഞ്ചലസ് എന്ന് എഴുതിപ്പോയി. ഇനി ഒരൊറ്റ ദിവസം കൊണ്ട് അമേരിക്കയുടെ തലസ്ഥാനം ലോസ് ആഞ്ചലസാക്കി മാറ്റണം. ഇങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള ബാലിശമായ പ്രാർത്ഥനകളാണ് നമ്മുടേത്. അങ്ങനെ തന്നെയാണ് നമ്മുടെ അപേക്ഷകളും. ഇവിടെ ഗ്രന്ഥകാരൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ചോദിക്കേണ്ടത്? എന്തെങ്കിലും ലളിതമായത് കിട്ടാൻ വേണ്ടിയല്ല, മറിച്ച് പ്രകാശമുള്ള ഉത്തരങ്ങൾക്ക് വേണ്ടിയാണ് ചോദിക്കേണ്ടത്. റാബിയയെ ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതുന്നു. റാബിയ കുടിയ പട്ടിണിക്കാലത്തിലൂടെ കടന്നു പോകുന്നു. ഭക്ഷണം കഴിക്കാനൊന്നുമില്ലാത്ത അവസ്ഥ. വെള്ളം തിളപ്പിച്ചിട്ടു പിന്നെ കുറുക്കുണ്ടാക്കാനായി ഗോതമ്പ് മാവിന് തിരയുന്നു. അല്പം പോലും മാവ് അവശേഷിച്ചിട്ടില്ല. വിഷമിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് പാത്രത്തിലേക്ക് ഗോതമ്പ് പൊടി ഇങ്ങനെ ആരോ വാരി വിതറിയിടുകയാണ്. നമ്മളെന്ത് ചെയ്യും? അങ്ങനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ പൊലിപ്പിക്കും. നമ്മളെയും ഒന്ന് പൊലിപ്പിച്ചു കാട്ടും. കണാത്ഭുത പ്രവർത്തകനാണല്ലോ, ദൈവത്തെയും പൊലിപ്പിക്കും. പക്ഷെ റാബിയ എന്താ ചെയ്തത്? റാബിയ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സാത്താനെ ഈ കളി വേണ്ട. കാരണം എൻ്റെ ദൈവം ഒരു പൊടിക്കച്ചവടക്കാരനല്ല. ഒരാൾക്ക് പൊടി വേണ്ടി വരുമ്പോൾ ഉടൻ തന്നെ പൊടി വാരി എറിയുന്ന പൊടിക്കച്ചവടക്കാരനെ അല്ല ദൈവം. അതുകൊണ്ട് സാത്താനെ കളി നിർത്തി മാറിപ്പോവുക. ഇത് പ്രകാശമുള്ള ഒരാളുടെ ആറ്റിറ്റ്യൂഡാണ്. ചോദിക്കുന്നത് നിസ്സാരമായ എന്തെങ്കിലും കിട്ടുവാൻ വേണ്ടിയല്ല. ജ്യോതിർഗോളങ്ങളുടെ ചാരി നിൽക്കുമ്പോൾ മുനിഞ്ഞു കത്തുന്ന മെഴുകുതിരിക്ക് വേണ്ടി ആശിക്കേണ്ട ആവശ്യമില്ലല്ലോ. ജ്യോതിർഗോളങ്ങളുടെ ചാരി നിന്നുകൊണ്ട് അതിൻ്റെ പ്രകാശത്തിൽ ഒന്നുചേരുവാനായിട്ട് ശ്രമിച്ചു നോക്കുക. ഇലക്ട്രിസിറ്റി വന്ന കാലം, ഒരമ്മയുടെ വീട്ടിൽ ഒരാൾ റീഡിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ്. വളരെ കുറച്ച് മാത്രമേ അവർ വൈദ്യുതി ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് അയാൾ കണ്ടെത്തി. അയാൾ ചോദിച്ചു, എന്താ ഇത്ര കുറച്ച് മാത്രം ഉപയോഗിച്ചിട്ടുള്ളത്? അമ്മ മറുപടി പറഞ്ഞു, അത്യാവശ്യത്തിന് വേണ്ടി മാത്രമേ ഞാൻ വൈദ്യുതി ഉപയോഗിക്കാറുള്ളൂ. ഇരുട്ടാകുമ്പോൾ ഞാൻ ഒരേ ഒരു ബൾബ് കത്തിക്കും. എന്നിട്ട് കത്തുന്ന ആ ബൾബിൻ്റെ പ്രകാശത്തിൽ ഞാൻ മെഴുകുതിരി തപ്പിയെടുക്കും, അത് കത്തിക്കും, പിന്നെ സ്വിച്ചെല്ലാം ഓഫാക്കും. ഇതാണ് എൻ്റെ രീതി. നമ്മളുടെ രീതിയും ഇതൊക്കെ തന്നെയാണ്. ബോബിജിന് എഴുതുന്നു,
ജ്യോതിർഗോളങ്ങളുടെ ചാരി നിൽക്കേണ്ടവർ മുനിഞ്ഞു കത്തുന്ന മെഴുകുതിരിയിൽ തൃപ്തിയടയുകയാണ്. ഗോളങ്ങളിലേക്ക് കണ്ണുകൾ തുറക്കുക, ദർശനം ഉണ്ടാവും. ഒരു തപസ്സിന് ശേഷം ദർശനം ഉണ്ടാകുന്നത് പോലെ. ജീവിതം രൂപപ്പെടുത്തുന്നത് ആരാണ്? നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയത് ആരാണ്? ആ ചോദ്യത്തിന് നിങ്ങൾ എന്തുത്തരമായിരിക്കും നൽകാൻ പോവുക? നിങ്ങളുടെ ജീവിതം രൂപപ്പെടുത്തിയവർ എന്നൊരു ശീർഷകത്തിന് താഴെ നിങ്ങൾ കുറിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തന്നവരും നിങ്ങൾക്ക് സ്നേഹം നിഷേധിച്ചവരുമായ ആളുകളുടെ പേരായിരിക്കും. ശരിയല്ലേ? നിങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തി ഈ രണ്ട് കൂട്ടരാണ്. സ്നേഹം ഒരുപാട് തന്നവർ, സ്നേഹം തരാതെ നിഷേധിച്ചവർ. ഇന്നും നിങ്ങൾ ഓർത്തിരിക്കുന്നതും ഈ രണ്ട് കൂട്ടരെയാണ്, തന്നവരെയും നിഷേധിച്ചവരെയും. അങ്ങനെയാണെങ്കിൽ സ്നേഹത്തിൻ്റെ തന്നെ നിർവചനം എന്താണ്? അത് ഒരു കണ്ടീഷനില്ലാതെ മറ്റുള്ളവരിലേക്ക് ഒഴുകിയിറങ്ങാനുള്ള കപ്പാസിറ്റിയാണ്. അത് ചില സമയങ്ങളിൽ അല്പം കാർക്കശ്യത്തിൻ്റെ മൂടുപടം അണിഞ്ഞതായിരിക്കും. ഒഴിമുറി എന്ന സിനിമയെക്കുറിച്ച് ബോബിയച്ചൻ എഴുതുന്നുണ്ട്. ഒഴിമുറി എന്ന സിനിമയിൽ കഥാനായകൻ യൗവനത്തിലെത്തുമ്പോൾ അയാൾക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം എപ്പോഴും ഒരു കാരണമില്ലാതെ വെറുതെ തല്ലിക്കൊണ്ടിരുന്ന അപ്പനെക്കുറിച്ചുള്ള ഓർമ്മയാണ് അയാൾക്ക്. എന്തിനച്ഛൻ അങ്ങനെ ചെയ്തു? വെറുതെ കാരണമില്ലാതെ കുഞ്ഞായിരുന്ന തന്നെ പുറത്ത് മുഴുവൻ തല്ലി തിണർപ്പുണ്ടാക്കുക. ഇതെന്തൊരു സാഡിസ്റ്റിക് ആറ്റിറ്റ്യൂഡാണ്, എന്തൊരു ആനന്ദമാണിത്. പക്ഷെ പിന്നീട് അമ്മ പറഞ്ഞു കൊടുക്കുന്നു, മോനെ അങ്ങനെയല്ല, പിള്ളവാദം ഇരുന്നു നിനക്ക്. പിള്ളവാദം വന്ന് ചികിത്സിക്കാൻ വന്ന ആയുർവേദ വൈദ്യർ പറഞ്ഞു, ഈ പിള്ളവാദം ഒഴിഞ്ഞു പോകണമെങ്കിൽ അവൻ്റെ കൈ ശക്തമായിട്ട് ജനലഴകളിൽ പിടിച്ചു നിർത്തിക്കണം. അവിടെ ശക്തമായി പിടിച്ച് ബലം മുഴുവൻ ഉപയോഗിച്ച് അവിടെ അങ്ങനെ പിടിച്ച് നിന്നാലേ അവൻ്റെ കൈകളൊക്കെ സ്വതന്ത്രമാകുകയുള്ളൂ. പിന്നീട് അങ്ങനെ അവനെ പിടിപ്പിക്കാൻ വേണ്ടി വെറുതെ അടിച്ചുകൊണ്ടിരിക്കുന്നൊരച്ഛൻ. ഇയാളിപ്പോൾ കരഞ്ഞു പോവുകയാണ്. ഇങ്ങനെ സ്നേഹം ഉണ്ടായിരുന്നു. സ്നേഹം കൊണ്ടൊരാൾ ഭ്രാന്തനെ പോലെ ആയി മാറിയതാണ്. സ്നേഹം ചില സമയത്തൊക്കെ നിർവചിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. നമുക്ക് അത് പെട്ടെന്ന് കാണുന്നൊരു കാഴ്ച കൊണ്ട് നിർവചിക്കാൻ പറ്റില്ല. കാണാത്ത കാഴ്ചയുണ്ട്, കാഴ്ചയ്ക്കപ്പുറത്തേക്കുള്ളൊരു കാഴ്ച. അതിലേക്ക് പോകാനുള്ള നല്ല മനസ്സുകൂടി സ്നേഹം നമുക്ക് തരുന്നുണ്ട്. ഇനി ഈ ഒരു സ്നേഹം തന്നെ ദൈവത്തോടുള്ള സ്നേഹമായി മാറാവുന്നേ ഉള്ളൂ. പൂന്താനത്തെക്കുറിച്ച് ഇങ്ങനെയൊരു കുറിപ്പ്. പൂന്താനം എപ്പോഴും കൃഷ്ണോപാസകനായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ്. എന്തിലും ഏതിലും കൃഷ്ണൻ്റെ ലീല കണ്ട അയാൾ. വാർദ്ധക്യത്തിലാണ് ഒരു കുഞ്ഞുണ്ടാവുന്നത്. ആ കുഞ്ഞിൻ്റെ 1-ാം പിറന്നാൾ ആഘോഷിക്കണം. എല്ലാവരെയും ക്ഷണിച്ചു. കാരണം വാർദ്ധക്യത്തിലെ കുഞ്ഞ് പൊന്നോമന, അവൻ്റെ പിറന്നാൾ കെങ്കേമം. ആളുകളെല്ലാവരും വന്നു. അതിഥികൾ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഇടുന്ന ഒരു പഴയ മുറിയുണ്ട്, ഒരു ഇരുട്ടുമുറി. ആ ഇരുട്ട മുറിയിലേക്ക് ആളുകളിങ്ങനെ വസ്ത്രങ്ങളിനെ എറിഞ്ഞെറിഞ്ഞിട്ട് പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് സൽക്കാരത്തിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മുറിയിൽ കുഞ്ഞു പെട്ടുപോയി. ഈ മുഷിഞ്ഞ വസ്ത്രങ്ങൾ എരിഞ്ഞെറിഞ്ഞ് അതിനിടയിലായിപ്പോയി. അത് കുഞ്ഞ് ശ്വാസം മുട്ടി മരിച്ചുപോയി. ഇനി പൂന്താനം എന്താണ് ചെയ്യുക? പൂന്താനം സ്നേഹമുള്ള ആളാണ്. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ്. അയാളെന്താ ചെയ്യുക? പിന്നെ മിഴിപൂട്ടി ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുമ്പിൽ വന്നുകൊണ്ട് അയാൾ പാടുന്നു. പാട്ടിൻ്റെ വരികളിത്: ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ എന്തിന് വേറെ, ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ എന്തിന് വേറെ. ഇത് സ്നേഹത്തിൻ്റെ ഉദാത്തമായ ഒരു ഭാവമാണ്. ഈ ഒരു സ്നേഹം നമുക്ക് സ്വന്തമായി കഴിയുമ്പോൾ പിന്നെ ജീവിതത്തിന് തന്നെ ഒരല്പം കൂടി അർത്ഥം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അർത്ഥതലത്തിലേക്കാണ് ഗ്രന്ഥകാരൻ നമ്മെ കൈപിടിച്ച് നടത്തുക. മിർദാദ് എന്നൊരു സുന്ദരമായ ഗ്രന്ഥമുണ്ട്. ഖലീൽ ജിബ്രാൻ്റെ പ്രവാചകൻ എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രചോദനമേകുന്നത് ഈ മിർദാദ് എന്ന പഴയ ഗ്രന്ഥമാണ്. മിർദാദ് ഒരു കഥാപാത്രമാണ്, കേന്ദ്ര കഥാപാത്രം. മിർദാദ് തപസ്സിലാണ്. മൗനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹം ഒരു ദിവസം മൗനം ഭേദിച്ച് പുറത്തു വരുന്നു. എന്താണ് സ്നേഹം എന്നയാൾ പറഞ്ഞു തുടങ്ങുന്നു. ആ വരികൾ കവിത നിറഞ്ഞു തുളുമ്പുന്ന വരികളാണ്. മിർദാദ് പറയുന്നത് ഇങ്ങനെയാണ്: ഒരിലയെ സ്നേഹിക്കുക എന്നാൽ അതിന് ചില്ലകളെ, വൃക്ഷത്തെ, വേരുകളെ
അവയെ രൂപപ്പെടുത്തിയ ഋതുക്കളെ സ്നേഹിക്കുക എന്നാണ് അർത്ഥം. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ഒരു ഇലയെ സ്നേഹിക്കുക എന്നാൽ അതിൻ്റെ ചില്ലകളെ, വൃക്ഷത്തെ, വേരുകളെ, അവയെ രൂപപ്പെടുത്തിയ ഋതുക്കളെ സ്നേഹിക്കുക എന്നാണ് അർത്ഥം. നമ്മൾ പലപ്പോഴും പറയുമല്ലോ, ജീവിത പങ്കാളി ഇഷ്ടമാണ്, ബന്ധുക്കളെ ഇഷ്ടപ്പെടാൻ വയ്യ, ഇഷ്ടപ്പെടാൻ തക്ക വിധത്തിലൊന്നുമില്ലാത്തവരാണ് അവർ, തള്ളിക്കളയുകയാണ്. ഇഷ്ടപ്പെട്ട ചില ആളുകളെ നമ്മൾ തിരഞ്ഞു പിടിക്കുന്നു, അവരോട് ബന്ധപ്പെട്ട ഉറ്റവരെയോ അവരെ തള്ളിക്കളയുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്നേഹമാണോ? സ്നേഹിക്കുക എന്നാൽ ആരെ സ്നേഹിക്കുന്നുവോ അയാൾ സ്നേഹിക്കുന്നവരെ കൂടി ഉൾക്കൊള്ളാനാവുന്ന വിധത്തിൽ ഹൃദയം വിശാലമാക്കലല്ലേ? കേട്ടിരിക്കുന്ന എൻ്റെ പ്രിയ ചങ്ങാതിമാരെ, നിങ്ങൾ മാറ്റി നിർത്തിയിരിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ, ഇൻ ആൻഡ് ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേർതിരിച്ച് കുറേ അധികം ആളുകളെ അടിച്ച് പുറത്താക്കി ഔട്ടാക്കിയിരിക്കുകയാണ്. ഇനി അവരെ കിടക്കുന്ന ഇന്നാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതല്ലേ? ജീവിതമല്ലേ, നീണ്ടു നിൽക്കുന്ന യാത്രയല്ലേ? കുറച്ച് പേരെ മാത്രം തിരഞ്ഞു പിടിച്ച് സ്നേഹിക്കുന്നതുകൊണ്ട് എന്തർത്ഥമുള്ളത്? ഔട്ടായവരെയൊക്കെ ഒന്ന് ഇന്നാക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. ഈ പുസ്തകവും അതുതന്നെയാണ് പറഞ്ഞു തരിക. ജീവിതത്തിൻ്റെ പരിക്കുകൾക്ക് മീതെ പുഞ്ചിരിക്കാൻ സാധിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും പരിക്കേറ്റവരാണ്. സ്നേഹത്തിൻ്റെ പേരിൽ ഒരിക്കലെങ്കിലും പരിക്കേൽക്കാത്ത ആരെങ്കിലും ഇപ്പം എന്നെ കേൾക്കുന്നുണ്ടാവോ? എല്ലാവരും പരിക്കേറ്റവരാണ്. പക്ഷെ പരിക്കുകൾക്ക് മീതെ പുഞ്ചിരിക്കാൻ സാധിക്കുന്ന ആളുകളെയാണ് മഹത്തുക്കൾ എന്ന് നമ്മൾ വിളിക്കുക. ഈ ഒരു പുഞ്ചിരി ഉണ്ടാകട്ടെ എന്നുള്ളതാണ് ആശംസയും പ്രാർത്ഥനയും. അടുത്തൊരു അധ്യായത്തിൽ ഉപവാസത്തെക്കുറിച്ചുള്ള ചിന്തകളാണ്. ചില മനുഷ്യർ പട്ടിണി കിടക്കുമ്പോൾ അമിതമായി ഭക്ഷണം കഴിക്കുന്ന ചിലർക്ക് മനസാക്ഷിക്കുത്തുണ്ടാവും. ചില പട്ടിണികൾ അങ്ങനെയാണ്. മനസാക്ഷിക്കുത്ത് ആദ്യം നൽകും, പിന്നെ നമ്മളിൽ ഉറഞ്ഞു കിടക്കുന്ന നന്മയെ തൊട്ടുണർത്തും, പിന്നെ ശരീരത്തിനപ്പുറത്തേക്ക് പോകുന്നതിനെക്കുറിച്ചുള്ള ചിന്ത നമ്മളുളവാക്കും. ഉപവാസത്തിൻ്റെ ധർമ്മവും ഏകദേശം അതുതന്നെയാണ്. ഇനി റൂമിയുടെ ചിന്തകൾ, വളരെ സുന്ദരമായ ഉപവാസത്തെക്കുറിച്ചുള്ള ചിന്തകൾ കൂടി അച്ഛൻ പങ്കുവെക്കുന്നുണ്ട്. അതൊരു കവിതയാണ്. ആത്മീയ പാത ശരീരത്തെ പാടെ തകർത്ത് കളയും, പിന്നീട് അതിനെ ആരോഗ്യാവസ്ഥയിലേക്ക് തിരിച്ചെത്തിക്കും. തറയ്ക്ക് താഴെയുള്ള നിധി പുറത്തെടുക്കാൻ വീട് പൊളിക്കുന്നത് പോലെ പിന്നീട് ആ നിധി ഉപയോഗിച്ച് അത് പൂർവാധികം ഭംഗിയിൽ പുതുക്കിപ്പണിയും. എന്തിനാ ഇടയ്ക്ക് നമ്മൾ ഉപവാസം അനുഷ്ഠിക്കുന്നത്? അകത്തെ നിധി കണ്ടെത്താനാണ്. ഒരുപാട് ഭക്ഷിച്ച് ഒരുപാട് സുഖഭോഗങ്ങൾ മുഴുകിക്കഴിയുമ്പോൾ അകത്തെ ലോകത്തെ മറന്നുപോകും. അപ്പം നിങ്ങൾ പട്ടിണിക്കിരിക്കുന്നത് വെറുതെ പട്ടിണിക്കിരിക്കുന്നതിന് സുഖം അന്വേഷിക്കാനല്ല, മറിച്ച് അകത്തെ നിധി ഒന്ന് കണ്ടെത്താൻ വേണ്ടി പുറത്തെ ആവരണങ്ങളെ താൽക്കാലികമായിട്ട് അങ്ങ് നിശ്ചലമാക്കി വെക്കലാണ്. എന്നിട്ട് അകത്ത് നിധി കണ്ടെത്തി കഴിയുമ്പോൾ ഒരാൾ പുറത്തേക്ക് വരുന്നു, തപസ്സിൽ നിന്നുണരുന്ന ശലഭത്തെ പോലെ. അയാൾക്കിപ്പോൾ ആരോഗ്യം ഇരട്ടിയായിട്ടുണ്ട്, അയാളുടെ ദർശനം ഇരട്ടിയായിട്ടുണ്ട്, പ്രകാശം പരത്തുന്നയാളായി അയാൾ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ഉപവാസത്തിന് ശേഷം ഇങ്ങനൊരു മാറ്റമാണോ നിങ്ങളിലേക്ക് വന്നത്, എന്നിൽ വന്നത് എന്ന ചോദ്യം മനസ്സിലേക്ക് വീണ്ടും കൂട്ടിക്കൊണ്ടുവരാം. കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വല്ലാത്തൊരു സുഖമുണ്ട്, ഉത്തരങ്ങൾ അസ്വസ്ഥത നൽകുന്നതാണെങ്കിൽ പോലും. വീണ്ടും ജീവിതത്തിൽ തന്നെ കുറേ ചോദ്യങ്ങൾ നമ്മുടെ ദിശയെ മാറ്റിക്കളയും. ദൈവം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആദാമിനോടും മറ്റും, എവിടെയാണ് നീ എന്ന മട്ടിൽ. തെറ്റ് ചെയ്തൊരാൾ അകന്നു പോകുമ്പോൾ പിന്നെ ദൈവം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നീ ഇപ്പോൾ എവിടെയാണ്? ആ ചോദ്യം അവൻ്റെ ദിശയെ വീണ്ടും ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. നീ എവിടെയാണ് എന്നതിന് നീ എവിടെ ആയിരിക്കേണ്ടതാണ് എന്നുകൂടി അർത്ഥമുണ്ട്. നീ എവിടെയാണെന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ നീ എവിടെയായിരുന്നു ആയിരിക്കേണ്ടത് എന്നുകൂടി അർത്ഥം വരുന്നുണ്ട്. കോരിച്ചെരിയുന്ന മഴയത്ത് ഒരാളിങ്ങനെ മദ്യപിച്ച് ലെക്ക് കെട്ടിരിക്കുമ്പോൾ അയാളൊന്ന് തൊട്ടുകൊണ്ട് വിളമ്പുന്ന ചെറുപ്പക്കാരൻ ചോദിക്കുന്ന ചോദ്യം, സാർ നിങ്ങളിപ്പോൾ എവിടെയാണ്? ഈ ഒരു ചോദ്യത്തിന് മുമ്പിൽ അയാൾ പെട്ടെന്ന് മകളെ, ഭാര്യയെ ഒക്കെ ഓർക്കുകയാണ്. അവരെല്ലാം മറന്നിട്ടാണല്ലോ
താനിങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മഴ പെയ്യുന്ന നേരത്ത്? അയാളെ ഉണർത്തിവിടുന്നു ആ ചോദ്യം. വീണ്ടും നല്ല ഭാര്യയെ, നന്മ നിറഞ്ഞ ഭാര്യയെ വിട്ടിട്ട് എങ്ങോട്ടേക്കോ പോകുന്ന അബദ്ധസഞ്ചാരം നടത്തുന്ന യുവാവ് ലിഫ്റ്റിൽ വെച്ച് മറ്റൊരു ചോദ്യം നേരിടുകയാണ്. അടിച്ചുവാരുന്ന വൃദ്ധ ചോദിക്കുന്നു, കൊച്ചെ നീ എങ്ങോട്ടാണ്? അയാൾ പിന്നെ കരഞ്ഞു പോവുകയാണ്. കാരണം സ്വന്തം ഭാര്യയെ വിട്ടിട്ട് അയാൾ പോകുന്നത് ശരിയല്ലാത്ത വഴികളിലേക്കാണ്. അയാൾ തിരികെ വരുന്നു. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ തിരികെ വിളിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. നീ എവിടെയാണെന്ന ചോദ്യം ആ അർത്ഥത്തിലാണ്. ഈ പുസ്തകത്തിൽ നിന്ന് നിങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കണ്ട് എൻ്റെ ഹൃദയം നിങ്ങളോട് സംവദിക്കുന്ന മട്ടിൽ ഒരു ചോദ്യം: നിങ്ങളിപ്പോൾ എവിടെയാണ്? ആയിരിക്കേണ്ട അടുത്ത് തന്നെയാണോ? ആയിരിക്കേണ്ട അവസ്ഥയും തമ്മിലുള്ളൊരു അന്തരമുണ്ട്. നമ്മളായിരിക്കേണ്ട അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നതെങ്കിൽ സന്തോഷം. അതല്ല, വഴിമാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം പ്രതിധ്വനിക്കട്ടെ: നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ? സഹോദര, നിങ്ങൾ ഇപ്പോൾ എവിടെയാണ്? വീണ്ടും ആ ചോദ്യത്തിൻ്റെയും ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തിയാൽ മതി. ദൈവത്തിനൊരു രീതിയുണ്ട്, പേര് വിളിക്കുക എന്ന രീതി. ഇൻറ്റിമസി വന്നു കഴിയുമ്പോൾ, ഇൻറ്റിമസിയിൽ നിന്ന് ഒരു മിഷൻ ഏൽപ്പിച്ചു കഴിയുമ്പോൾ ദൈവം പിന്നെ പേര് ചൊല്ലി വിളിക്കുകയാണ്. ഒരാളെ ഇടയനാക്കി രൂപാന്തരപ്പെടുത്തുകയാണ്. 40 വർഷം മോശ കൊട്ടാരത്തിൽ താമസിച്ച ആളാണ്. ആ 40 വർഷം കൊട്ടാരത്തിൽ താമസിച്ച മോശയെ ദൗത്യം ഏൽപ്പിച്ചിട്ട് വിടുന്നില്ല ദൈവം. അതിന് പകരം 40 വർഷം കൂടി ഒരു ഇടയനാക്കി മാറ്റുകയാണ്. അപ്പോൾ അയാൾ വരുന്ന മാറ്റം എന്താണ്? കൊട്ടാരത്തിൽ വെച്ച് ഒരു പക്ഷേ ആൾക്കൂട്ടത്തെ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ആൾക്കൂട്ടത്തിൻ്റെ വ്യക്തികളെ കണ്ടിട്ടുണ്ടാവില്ല, ആളുകളെ. ഇവിടെ ഇടയനായി കഴിഞ്ഞപ്പോൾ ആളെ തിരിച്ചറിയുന്നു, പേര് തിരിച്ചറിയുന്നു, ഇടയനായി മാറുന്നു. 30 ലക്ഷം മനുഷ്യരെ തിരിച്ചറിയുന്ന തനി ഇടയൻ. അങ്ങനെ വിമോചകനായിട്ട് മൂശ മാറുന്നു. ഇപ്പോൾ ദൈവം പേര് തിരിച്ചറിയുന്ന പോലെ നമ്മളും മറ്റുള്ളവരുടെ പേരും ഊരും ഭാവങ്ങളും തിരിച്ചറിയുമ്പോൾ നമ്മളും മറ്റൊരർത്ഥത്തിൽ ഇടയരായി മാറുന്നുണ്ട്. അങ്ങനെ ഇടയരായി മാറുന്ന ആളുകൾ കേൾവിക്കാരാണ്. അസീസിയുടെ പഴയകാല ചിത്രങ്ങളിലൊക്കെ നീണ്ട ചെവികളുള്ള അസീസിയാണ് വരച്ചേർത്തിരുന്നത്. നമുക്കൊരു അതിസ്വാഭാവികതയായിട്ടത് തോന്നും. എന്തുകൊണ്ട് വിശുദ്ധൻ്റെ ചിത്രങ്ങളിൽ ഇത്രയ്ക്ക് നീണ്ട ചെവികൾ? അർത്ഥമുണ്ട്. നീണ്ട മൗനത്തിലായിരുന്ന അസീസി കേൾക്കുകയായിരുന്നു ഭൂരിഭാഗ സമയവും. ദൈവത്തെക്കുറിച്ച് ഒരുപാട് പ്രസംഗിക്കുന്നതിനിടയിൽ ഒരാളെയും കേൾക്കാതിരിക്കുന്ന സുവിശേഷ പ്രഘോഷകരുടെ എണ്ണമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അവരിങ്ങനെ ചറപറന്ന് ദൈവത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസംഗിച്ച് അവർ പള്ളി മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുമ്പോൾ ഈശോ പള്ളിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഈ തരത്തിലാണ് സുവിശേഷ പ്രഘോഷണം ഇപ്പോൾ. ഇവിടെ ഫ്രാൻസിസ് അസീസിയെ പോലുള്ളവർ നീണ്ട ചെവിയായി രൂപാന്തരപ്പെടുകയാണ്. അവരൊന്നും പറയുന്നില്ല, എപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുന്നു. കേട്ട് അവർ ദൈവത്തെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ കേൾവിക്കാരാകാനായിട്ട് നമുക്കൊരു നിയോഗം ലഭിക്കുന്നുണ്ട്. പത്രോസിനെ കർത്താവ് പ്രത്യേകം വിളിക്കുന്നു. ആ ദർശനം ഉണ്ടായി കഴിയുമ്പോൾ പത്രോസിൽ വന്ന മാറ്റം എന്താണ്? ഒന്നാമത്തെ മാറ്റം, പത്രോസ് ചെല്ലുന്നതൊക്കെ പിന്നെ പള്ളിയായി. നീ എൻ്റെ പള്ളി പണിയുമെന്ന് പറയുന്നത്. പത്രോസിനെ യേശുവിനെ ധ്യാനിക്കാനും ഒന്നായിത്തീരാനും സാധിച്ചതിന് ശേഷം പിന്നെ പത്രോസ് നടന്നു ചെല്ലുന്ന വഴികളിലൊക്കെ ദേവാലയമാണ്. അയാൾ കുഞ്ഞിനെ ലാളിക്കുമ്പോൾ ഒരു ദേവാലയത്തെ തൊടുന്നത് പോലെയാണ്. ചെല്ലുന്നിടത്തൊക്കെ പള്ളി പണിയുക. സത്യത്തിൽ നല്ലൊരു ചിന്തയാണത്. ഈശോയുമായിട്ട് ഒന്നു ചേർന്ന് കഴിയുമ്പോൾ പിന്നെ നടവഴികളിലൊക്കെ പ്രദക്ഷിണ വഴികളായി മാറുന്നു. നമ്മൾ ശ്രീകോവിലായി തീരുന്നു, അൾത്താരയായി മാറുന്നു. ഈ ഒരു മാറ്റം നമ്മളിലും ഉണ്ടാകേണ്ടതാണ്. ഇനി പ്രലോഭനത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത. പ്രലോഭനത്തെക്കുറിച്ച് പറയുമ്പോൾ ക്ലേ ഫീറ്റ് എന്ന ഒരു പ്രതീകം അത് ഉപയോഗിക്കുകയാണ് ഈ ഗ്രന്ഥകാരൻ. ക്ലേ ഫീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഡാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ഒരു സ്വപ്നത്തിലെ പ്രതിമയ്ക്ക് ശിരസ് തങ്കം കൊണ്ടുള്ളത്, പാദങ്ങൾ ഇരുമ്പും കളിമണ്ണും ചേർന്നാണ്, മാറും കരങ്ങളും വെള്ളി കൊണ്ട്, വയറും തുടകളും മറ്റു ലോഹങ്ങൾ കൊണ്ട്.
എന്തുകൊണ്ട് ഈ പാദങ്ങൾ മാത്രം ഇങ്ങനെ കളിമണ്ണ് കൊണ്ടുള്ളതായി മാറി? മനസ്സിൻ്റെ ദുർബലമായൊരിടത്തെ അന്ന് സൂചിപ്പിക്കുന്നു. ഈ സ്വന്തം മൺപാദങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇത് സാധിക്കുവാനുള്ളൊരു അവസരമാണ് പ്രലോഭനം. ഈ ചിന്ത നല്ലതാണ്. അത് സ്വന്തം മൺപാദങ്ങളാണ്. നിങ്ങൾക്ക് തങ്കത്തിൻ്റെ മുഖം ഉണ്ടാകാം, നിങ്ങൾ വലിയ ബുദ്ധിയുള്ള വ്യക്തികളൊക്കെ ആയിരിക്കാം, പക്ഷേ ഈ തങ്കം നിർമ്മിതമായ പ്രതിമ മൺപാദങ്ങളിലാണ് നിൽക്കുന്നത്. ഒന്ന് ഉലഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾ തകർന്ന് താഴെ വീഴും. അപ്പോൾ ഈ പാദങ്ങളാണ് നമുക്കുള്ളത് എന്ന് തിരിച്ചറിയുവാനുള്ള ഒരവസരമാണ് പ്രലോഭനം. ശരിക്കൊരു പ്രലോഭനം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരിച്ചറിയാൻ പറ്റും. അഡ്വേഴ്സിറ്റി ഈസ് ദ ടച്ച് സ്റ്റോൺ ഓഫ് ക്യാരക്ടർ. ക്യാരക്ടറിൻ്റെ ഉരക്കല്ലാണ് പ്രശ്നങ്ങൾ, പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ വെറും ഒരു മണ്ണാണോ മൺകൂനയാണോ എന്ന് നിങ്ങൾ തിരിച്ചറിയും. ചില ആളുകളൊക്കെ നിസ്സാരമായൊരു സ്പർശം കിട്ടുമ്പോൾ തന്നെ ചത്തു വീഴുകയാണ്. ആരെങ്കിലും ഒന്ന് വിമർശിച്ചു കഴിയുമ്പോൾ തന്നെ ഉലഞ്ഞ് തകർന്ന് തരിപ്പണമായിട്ട് താഴെ വീഴുകയാണ്. അപ്പോൾ പ്രലോഭനം ഇത് തന്നെയാണ്. നിങ്ങളുടെ ഏറ്റവും വീക്ക് സ്പോട്ടുകൾ കണ്ടെത്താൻ നിങ്ങൾക്കൊരു അവസരം കിട്ടുന്നത് പ്രലോഭനം ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ അത് തന്നെയാണ് പ്രലോഭനം എന്ന് പറയുന്നത്. നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ ദൈവം നിങ്ങൾക്ക് അയച്ചു തരുന്ന ഒരു ഊഴത്തിൻ്റെ പേരാണ് പ്രലോഭനം എന്നുള്ളത്. ഇതും രസകരമായൊരു ചിന്തയാണ് ഈ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു ചിന്ത. വായനയെക്കുറിച്ചുള്ള ചിന്തകളും ഈ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വായനയെക്കുറിച്ച് പഴയ കാലത്തെ മരുഭൂമിയിലെ പിതാക്കന്മാരൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ചിന്തിച്ചിരുന്നു. കാരണം അവരൊന്നുമില്ലാത്തവരല്ല, നിസ്വർ, ശരിക്കും ദരിദ്രരായ മനുഷ്യരാണ്. പക്ഷേ ശ്രദ്ധ മുഴുവൻ കൊടുത്തുകൊണ്ട് അവർ ഗ്രന്ഥശേഖരങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ഗ്രന്ഥശേഖരങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഈ സാധാരണ മനുഷ്യരെ മറ്റു ചിലർ വിമർശിക്കാൻ വന്നു. എല്ലാം വിട്ടെറിഞ്ഞവരല്ലേ, പിന്നെ എന്തിന് പുസ്തകങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ ഇവർ മറുപടിയായി പറഞ്ഞ കാര്യമുണ്ട്. മരുഭൂമിയിലെ ഒരു പിതാവാണ് ഇതിന് മറുപടി പറഞ്ഞത്. ഈ പുസ്തകങ്ങളുടെ ആഡംബരം ഞങ്ങൾ സ്വയം അനുവദിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്കിങ്ങനെ നിഷ്കളങ്കരായും നിസ്വരായും വ്യാപരിക്കാനാവുന്നതെന്ന് മറക്കരുത്. ഇന്നിപ്പോൾ ഈ ചെറിയ പുസ്തകങ്ങളുടെ സൗഭാഗ്യമില്ലാത്തത് കൊണ്ട് ആളുകൾ മുഴുവൻ ആഡംബരങ്ങളുടെ പൊയ്ക്കാലിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പോൾ വായിക്കുന്നവരുടെ എണ്ണം എത്ര കുറവാണ്. പണ്ട് ഒരു ബുദ്ധ ഭിക്ഷു തോണി മുറിച്ച് കിടക്കാണ്, കാറ്റും കോളമൊക്കെ ഉണ്ട്. വർഷങ്ങളായി ശേഖരിച്ചിരിക്കുന്ന ഗ്രന്ഥച്ചുരുളുകൾ ആ തോണിയിൽ അടക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കാറ്റിൽ കോളിൽ തോണി മറിയുന്നുള്ള അവസ്ഥയായി കഴിഞ്ഞപ്പോൾ തോണിക്കാരൻ പറഞ്ഞു, ഒരൊറ്റ മാർഗമുള്ളൂ, ഈ ഗ്രന്ഥച്ചുരുളുകളൊക്കെ വെള്ളത്തിലേക്ക് എടുത്ത് കളയുക. നമുക്ക് രണ്ടുപേർക്കും രക്ഷപ്പെടാനാവും. അല്ല, നിങ്ങൾക്ക് രക്ഷപ്പെടാനാവും, തോണിക്കാരനെ തുഴയാനറിയാമല്ലോ, അല്ലെങ്കിൽ നീന്താൻ അറിയാമല്ലോ. അപ്പോൾ ബുദ്ധ ഭിക്ഷു എന്താണ് പറയുന്നത്? അയാൾ പറഞ്ഞു, ഞാനിപ്പോൾ ഈ നദിയിൽ ഇല്ലാതായി തീർന്നാലും വലിയ നഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ കാലങ്ങളുടെ ജ്ഞാനം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ ഗ്രന്ഥശേഖരങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ അത് ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും. അതുകൊണ്ട് അയാളൊരു ഓപ്ഷൻ എടുക്കുകയാണ്, സ്വയം വെള്ളത്തിലേക്ക് താഴ്ന്നിറങ്ങാനായിട്ട്. ഗ്രന്ഥങ്ങളൊന്നും ആരും മുക്കിക്കളയാതിരിക്കട്ടെ, നശിപ്പിക്കാതിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയായിരിക്കും അവസാനത്തെ പ്രാർത്ഥനയായി ഈ മനുഷ്യനുള്ളിൽ നിറഞ്ഞു നിന്നിരുന്നത്. ഇപ്പോൾ വായിക്കുന്നവരുടെ എണ്ണം എത്ര കുറവാണ്. അകത്ത് ലോകത്തേക്ക് വരുമ്പോൾ നന്നായി പോവും. അതിഷ്ടപ്പെടാത്തത് കൊണ്ട് എല്ലാവരും പുറത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടം പിക്നിക് ട്രിപ്പുകളാണ്. പിൽഗ്രിമേജ് അതത്ര സുന്ദരമായ കാര്യമൊന്നുമല്ലല്ലോ. പിൽഗ്രിമേജുകൾ എന്ന പേരിൽ പറയുന്ന പാക്കേജുകൾ പോലും പിക്നിക്കുകളായി മാറുന്ന കാലഘട്ടത്തിൽ വായന ശരിക്കൊരു ആർഭാടം പോലെയാണ്. അതിനൊന്നും ആർക്കും നേരെയൊന്നുമില്ല. അങ്ങനെ സ്വസ്ഥമായിട്ടിരുന്ന് ഉള്ളിലേക്ക് നോക്കേണ്ടി വരും. നോക്കിക്കഴിഞ്ഞാൽ സ്വയം ഒന്ന് മാറ്റേണ്ടി വരും. മാറ്റിക്കഴിയുക എന്ന് പറഞ്ഞാൽ സ്വയം അങ്ങ് ചാകാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അതിനാർക്കാ സന്നദ്ധതയുള്ളത്? അതുകൊണ്ട് ആരും വായിക്കുന്നില്ല. നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന മനുഷ്യൻ തപസ്സിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരുന്ന ശലഭമായി മാറുന്നു. നമ്മൾ ഭക്ഷിക്കുന്നതെന്തോ അതായി നമ്മൾ തീരുന്നല്ലോ. അപ്പോൾ പുസ്തകം ഭക്ഷിക്കുക എന്നൊരു കോൺസെപ്റ്റ് ബൈബിളിലുണ്ട്. നല്ല പുസ്തകങ്ങളൊക്കെ ഭക്ഷിച്ചു കഴിയുമ്പോൾ ആ പുസ്തകത്തിൻ്റെ ഉദാത്ത ചിന്തയായി നമ്മളും മാറുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുസ്തകം പോലുള്ള നല്ല പുസ്തകം വായിച്ചു കഴിയുമ്പോഴും
ഒരല്പം ചിറകുമുളക്കുന്ന അനുഭവം നമുക്കും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ചിറകുമുളപ്പിക്കുന്ന വാക്കുകൾ നൽകിയതിന് ഒരിക്കൽ കൂടി ബോബി അച്ഛന് നന്ദി പറയുകയാണ്. പൊതുവേദിയിൽ പ്രൊഫഷണൽ ഗായകൻ ഇടയഗീതം ആലപിക്കുകയാണ്. അതിസുന്ദരം. എല്ലാവരും കരഘോഷം മുഴക്കിക്കൊണ്ടിരിക്കുന്നു. നിർത്താതെ കൈയടിക്കുന്നു. അതിനുശേഷം ഒരു വൃദ്ധൻ, പഴയൊരു വൈദികൻ, അയാൾ മെല്ലെ പാട്ടൊന്നുമല്ലാതെ വളരെ ശാന്തമായി ഇതേ ഇടയഗീതം 23-ാം സങ്കീർത്തനം അങ്ങ് ചൊല്ലാൻ തുടങ്ങുന്നു. അയാളുടെ മനസ്സിൽ ഇടയൻ നിറഞ്ഞു നിൽക്കുന്നു. നിശ്ചലമായ ജലാശയവും പച്ചപ്പുൽപ്പുറങ്ങളും എല്ലാം അയാൾ മനസ്സിൽ കാണുന്നത് പോലെ ഇടയൻ നെഞ്ചോട് ചേർത്ത ആ മുടന്തൻ കുഞ്ഞാടായി സ്വയം രൂപപ്പെട്ടതുപോലെ അയാളുടെ കണ്ണ് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നു. കരുണ കരകവിയുന്നത് പോലെ എല്ലാം അനുഭവിച്ചറിഞ്ഞ ആളുകൾ പൂർണ്ണ നിശബ്ദതയിലേക്ക് ആണ്ടുപോയി. അപ്പോൾ ആദ്യം പാടിയ ഗായകനും പറഞ്ഞുപോയി, എനിക്ക് ഇടയഗീതമറിയാം, ദാ ഇദ്ദേഹത്തിന് ഇടയനെയും. ഇടയനെ അറിഞ്ഞ ഒരാളുടെ പുസ്തകക്കുറിപ്പുകൾ, ഇടയനെക്കുറിച്ചുള്ള ഓർമ്മ നമ്മിൽ നിറക്കുന്നു. പുസ്തകം വായിച്ചതിന് ശേഷം തപസ് ആരംഭിക്കുന്നത് പോലെ തപസ്സിന് ശേഷം ചിറകുകൾ മുളച്ചേക്കാം. ഇതാണ് പ്രാർത്ഥന, ഇതാണ് നിങ്ങൾക്കുമുള്ള ആശംസകൾ. ദൈവം എല്ലാവരെയും ഒരിക്കൽ കൂടി അനുഗ്രഹിക്കട്ടെ. നല്ല യാത്ര.